കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വേർപാടിൽ ഞങ്ങളെ സ്നേഹിച്ച് ആശ്വാസം പറയുവാനും അറിയിക്കുവാനും എത്തിയ എല്ലാ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവവൃത്യന്മാരെ, ദൂരത്തുനിന്നും ചാരത്തുനിന്നും വന്നവർ എല്ലാവരെയും, വിശേഷാൽ പ്രിയ പാസ്റ്ററിനെ, സുൽ പാസ്റ്ററിനെ, ദൈവസഭയെ, ജോർജ് കുട്ടി പാസ്റ്ററിനെ, എല്ലാവരും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. മമ്മിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, മമ്മി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ട്, പപ്പ മിക്കവാറും ഡ്യൂട്ടിയിലായിരുന്നു. മിലിറ്ററിയിലായതുകൊണ്ട് പപ്പ ആനുവൽ ലീവിന് മാത്രമേ വരത്തുള്ളൂ. 2 മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 10 ദിവസമോ ഒക്കെ പപ്പ വരത്തുള്ളൂ. പക്ഷെ നാട്ടിൽ ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിക്കാനും ജോലി ചെയ്യാനും വീട് നോക്കാനും, നാട്ടിലാണെങ്കിലും ഒരു ചെറിയൊരു വീട് താമസിക്കാൻ വേണ്ടി വെക്കാനും എല്ലാം ഓടി നടന്നതെല്ലാം മമ്മിയാണ്. കാരണം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. രണ്ടാമത്തെ കാര്യം, മമ്മി എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഞാനാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കളിക്കാനോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ പോയാൽ പോലും മമ്മിക്ക് നിർബന്ധമായൊരു കാര്യമായിരുന്നു സൺഡേ സ്കൂളിന് പോയിരിക്കണം. എൻ്റെ മാവിമാരായിരുന്നു സൺഡേ സ്കൂളിനൊക്കെ കൊണ്ടുപോകുന്നത്. ആനിമാമ എന്നെ സൺഡേ സ്കൂളിന് കൊണ്ടുപോകും, ജോസ് അച്ഛൻ, ഞങ്ങളൊക്കെ എന്നെ സൺഡേ സ്കൂളിനും VBSനൊക്കെ വിളിച്ചുകൊണ്ട് മമ്മി നിർബന്ധമായിട്ടും സൺഡേ സ്കൂളിന് പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് ആ സൺഡേ സ്കൂളിൻ്റെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്ലോലി കളിക്കാനും അവിടെ ഇവിടെയൊക്കെ പോകാൻ തുടങ്ങിയപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ സൺഡേയോ എവിടെയോ കളിക്കാൻ പോയി. എന്നോട് പറഞ്ഞു, നിനക്ക് ഫുഡ് തരത്തില്ലെന്ന് പറഞ്ഞു. നീ സൺഡേ ആരാധന വിട്ട് എവിടെ പോയാലും ഫുഡ് തരത്തില്ല. എനിക്ക് ഫുഡ് തരാതിരുന്നിട്ടുണ്ട്. സൺഡേയിലെ ആരാധന മിസ് ചെയ്തേ നിർബന്ധമായിട്ടും വീട് പൂട്ടിയിട്ട് മമ്മി പോകും. മമ്മിയുടെ ഡിസിഷനിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നിർബന്ധമായിട്ടും നീ സൺഡേ ആരാധനയ്ക്ക് പോയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്രായത്തിൽ സൺഡേ സ്കൂളിന് വിടാനും VBSന് വിടാനും ചർച്ചിൽ പറഞ്ഞു വിടാനും മമ്മിയുടെ അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിടാൻ വളരെ മുൻതൂക്കം കാണിക്കുമായിരുന്നു. ഒത്തിരി കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് മമ്മി ബാംഗ്ലൂരിൽ വരികയും നാട്ടിൽ നിൽക്കുന്ന സമയത്തും അല്ല ബാംഗ്ലൂരിൽ വരുന്ന സമയത്തും കർത്താവിൻ്റെ ദാസന്മാർ ഓരോരുത്തരും പറഞ്ഞതുപോലെ ആര് വീട്ടിൽ വന്നാലും ഫുഡ് കൊടുക്കാതെ വിടത്തില്ല. ആര് വീട്ടിൽ വന്നാലും ഫുഡ് കൊടുക്കുകയും പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് ഉള്ളത് അല്പമേ ഉള്ളെങ്കിൽ പോലും അതൊക്കെ അവർ ഷെയർ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു മമ്മി. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും മമ്മിയുടെ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളിങ്ങനെ നിൽക്കാനുള്ളതിൻ്റെ കാരണം. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ വരാനും ഇങ്ങനെ ഓരോ രീതികളിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെടാനുമുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മമ്മിയുടെ പ്രാർത്ഥന. മമ്മി വഴക്ക് പറയുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിൽ 1 മണിക്കും 2 മണിക്കും രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. മമ്മി ഭയങ്കരമായിട്ടും ഹോസ്പിറ്റാലിറ്റി ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട്, മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നത്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ടൊരു ഗുണം ഞാൻ കണ്ടത്, എത്ര വയ്യായെങ്കിലും എത്ര പെയിനാണെന്ന് പറഞ്ഞാലും പപ്പായും മമ്മിയും കൂടെ എങ്ങനാണെങ്കിലും, അവർക്ക് മമ്മിക്ക് കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ട്, പപ്പായ്ക്കും പ്രശ്നമുണ്ട്, പപ്പായ്ക്കും ഇടയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ചർച്ചിൽ ഒരു പ്രാർത്ഥന വിടാതെ സൺഡേ രാവിലെ പപ്പ വന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ച് റെഡിയായി വീട്ടിൽ നിന്ന് ഇവിടെ 7 മണിക്ക് 7:30 ചർച്ചിലെത്തണമെങ്കിൽ മിക്കവാറും 7 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് വിടണം. അങ്ങനെ ഏത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചൂടാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും ശരീരം വയ്യായെങ്കിലും സൺഡേയിലെ ആരാധന മിസ് ചെയ്യുന്ന മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സൺഡേയിലെ ആരാധന മമ്മി അങ്ങനെ കർത്താവിൻ്റെ വേലയോടും ദൈവമക്കളോടുമുള്ള വലിയൊരു സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. മമ്മിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പുതിയൊരു വീട് വെച്ച് താമസിക്കണമെന്ന്. ഞാനും റോബിനും കൂടെ അത് സംസാരിക്കാൻ തുടങ്ങി. പപ്പായും മമ്മിയും കൂടെ ഹൊറമാവിൽ താമസിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പപ്പയുടെ മമ്മിയുടെ വലിയൊരു ആഗ്രഹമാണ്
അവർക്കൊരു വീട് വെച്ച് താമസിക്കണം, നമ്മൾ രണ്ടും കൂടെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, റോബിനും ഞാനും കൂടെ ഒരുമിച്ച് മുമ്പിലോട്ട് വന്നു. പ്രതീഷ് ബേർ അതിന് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു. ഞങ്ങൾ പപ്പായും മമ്മിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു വലിയൊരാഗ്രഹം. കർത്താവ് അത് സഹായിച്ചു. എനിക്കറിയാം, വീട്ടിൽ താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2-3 വർഷം മുമ്പ് തൊട്ട് തന്നെ കർത്താവ് എന്നോട് പറയാൻ തുടങ്ങി, മമ്മിയെ വിളിച്ചാൽ എന്തെടുക്കും, മമ്മിയെ കർത്താവ് വിളിച്ചാൽ എന്തെടുക്കും. എനിക്ക് പല പ്രാവശ്യങ്ങളിലും എൻ്റെ ഹൃദയത്തിൽ ആ ഭാരം വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെയും കൂടെ ഒരു ചിന്തയായിരുന്നു, അവർ പോകുന്നതിന് മുമ്പേ അവർക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ള. കർത്താവ് അത് ചെയ്യാൻ സഹായിച്ചു. കർത്താവിൻ്റെ തിരുനാമത്തിനും മഹത്വത്തിനായി അതെല്ലാം മമ്മി കാണാനും മമ്മിക്ക് അത് അനുഭവിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഒരു 2 മാസം മുമ്പേ ഒരു സൺഡേയിൽ ഞാൻ ചർച്ചിലേക്ക് പോകാൻ വേണ്ടി, ആരാധനയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഞാൻ ആശയോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, മമ്മി മരിച്ചാൽ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? 2 മാസം മുമ്പ് ഞാൻ ചോദിച്ചു, മമ്മി മരിച്ചാൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? എന്നോട് ആശയ്ക്ക് ആ ചോദ്യം ഒരിക്കലും ആശയ എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് ചോദിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഇന്നലെ രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്നതുപോലൊരു കാര്യം എന്നോട് കർത്താവ് കാണിച്ചു. അപ്പം മമ്മി 6 മാസം മുമ്പേ റോബിനെ വിളിച്ച് പറഞ്ഞ കാര്യം എനിക്കറിയത്തില്ല എന്ന് ജോണി പാസ്റ്റർ പറയുമ്പോഴാണ് ഞാനത് അറിഞ്ഞത്. പക്ഷേ കർത്താവ് സകലവും അറിയുന്ന ദൈവം, നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ദൈവമാണ്. മമ്മിയെ ഇത് 2 മാസം മുമ്പേ കർത്താവ് എന്നോട് ഇത് പറഞ്ഞു. ഞാൻ മമ്മി വീണെന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്കറിയാം എന്തൊക്കെയോ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായി, ആ സാഹചര്യങ്ങൾ മോശമായി. മമ്മിക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളും മമ്മിയുടെ കൂടെ പപ്പായി ഒത്തിരി കഷ്ടപ്പെട്ടു. മമ്മിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പപ്പായി ഒത്തിരി രാവും പകലും ഒത്തിരി കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിന് ഇന്ന് ഞങ്ങളിങ്ങനെ അനുഗ്രഹിക്കപ്പെടാനും ഇന്ന് ശുശ്രൂഷയിലായിട്ട് നിൽക്കാനും കർത്താവ് മാനിക്കുന്നതിൻ്റെ എല്ലാം പിമ്പിൽ ഈ മമ്മിയുടെ പ്രാർത്ഥന വലിയൊരു ഘടകമായിരുന്നു. ഞങ്ങളുടെ ആ ദുഃഖത്തിൻ്റെ അകത്ത് തീർച്ചയായിട്ടും കർത്താവ് പുതുവഴികളെ തുറക്കും. കർത്താവ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വേർപാട് ഞങ്ങൾക്ക് നല്ല വേദന ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നിത്യതയുടെ തുറമുഖത്ത് പോയി മമ്മിയെ കാണുവാൻ, മമ്മി പ്രത്യാശ വെച്ച സ്ഥലത്ത് പോയി കാണുവാൻ. ചില സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ മാവിമാർ പോയി അവിടെ പോയി ശുശ്രൂഷിക്കുന്ന സമയത്തും, പ്രത്യേകിച്ച് എൻ്റെ മാവി ആനിമാമ്മ പറയാനിടയായി, മമ്മി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മമ്മി പ്രത്യാശയുടെ വാക്കുകൾ പറയാം. ഞാനും മമ്മിയുടെ കൂടെ രാത്രിയിലൂടെ ഇരിക്കുന്ന സമയത്തും മമ്മി അവിടെ ഇരുന്നുകൊണ്ട് പ്രത്യാശയുടെ വാക്ക് പറയുക, പാട്ട് പാടുക, വാക്യങ്ങൾ പറയുക, യേശുവേ സ്തോത്രം, യേശു ഹല്ലേലൂയ എന്ന് പറയുക. ചില സമയത്ത് മമ്മി ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഡോക്ടേഴ്സ് വിളിച്ചിട്ട് അനിമാമ്മയോട് പറഞ്ഞു, എന്തോ ഡിസോറിയൻറ്റഡായിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ മമ്മി അതെല്ലാം കേൾക്കുന്നുണ്ട്. മമ്മി അതെല്ലാം കേട്ടിട്ട് ആനിമാമ്മ എന്നപ്പം പറയുന്നുണ്ട്, അവർ വിചാരിക്കുന്ന ഞാൻ എന്തൊക്കെയോ ചുമ്മാതെ പറയാമെന്നാണ്. ഞാൻ ചുമ്മാതെ പറയുമൊന്നുമല്ല, ഞാൻ യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരോർക്കുന്ന വേറെ എന്തോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രത്യാശയായിരുന്നു മമ്മിയുടെ. ഇത്രയും വേദനയുള്ളപ്പോഴും ഹൃദയത്തിൽ നിന്ന് പ്രത്യാശയും ദൈവത്തിൻ്റെ വചനങ്ങളും പറയുന്നത് കേൾക്കുവാനിടയായി. കർത്താവ് അതിനെല്ലാം സഹായിച്ചു. കർത്താവ് ഒന്നും അറിയാതെ അല്ല സംഭവിക്കുന്നത്, എല്ലാം കർത്താവ് അറിഞ്ഞ് സംഭവിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് ആശ്വാസവും സമാധാനവും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രത്യേകിച്ച് പെട്ടെന്നിങ്ങനെ ഫ്യൂണറൽ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ സഹകരിച്ച പ്രിയ സുനിൽ പാസ്റ്റർ അങ്കിള്, ജോൺ പാസ്റ്റർ, പ്രത്യേകിച്ച് ഏരിയയുടെ ലീഡേഴ്സ് ഷിബു കുര്യൻ പാസ്റ്റർ, ജോണി പാസ്റ്റർ, പ്രിയ ജിനു ബ്രദർ, എല്ലാവരും അവർ വന്ന് വളരെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത സഭയോട് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ.